അല്ലടാ നീ ഇപ്പൊ എവിടെയാ താമസം? ഞാൻ ചാലക്കുടിയില്. ചായപ്പൊടിയിലാ? ചായപ്പൊടിയിലല്ലടാ, ചാലക്കുടിയില്. ചാലക്കുടിയിൽ എവിടെടാ? തൃശ്ശൂര് താമസിക്കുന്ന നിനക്ക് ചാലക്കുടി എവിടാന്ന് അറിയാൻ പാടില്ലേ? അതല്ലടാ, ചാലക്കുടിയിൽ എവിടെയാ താമസിക്കുന്നത്? ചാലക്കുടി ടൗണിലല്ല ഞാൻ താമസിക്കുന്നത്. അപ്പൊ സിറ്റിയിലല്ലേ? സിറ്റിയിലല്ലടാ, ടൗണിലാണ്. ഓ, ടൗണിലാണോ? ആ, നിന്റെ പെണ്ണുമ്പിള്ള എന്തിയെ? അവള് അകത്തങ്ങാണ്ട് പോയിരിക്കുന്നുണ്ട്. എടാ, കഴിഞ്ഞ ദിവസം വയലറ്റ് ചുരിദാറിട്ടുണ്ടാവും കവലയിൽ പോയി നിൽക്കുന്നത് കണ്ടല്ലോ. വെയിലത്ത് ചുരിദാർ ഇട്ടുന്ന? എടാ, വെയിലത്ത് ചുരിദാറിട്ടെന്നല്ല പറഞ്ഞത്, പിന്നെ വയലറ്റ് ചുരിദാറിട്ടുണ്ടാ കവലയിൽ പോയി നിക്കണം കണ്ടെന്ന്. അല്ലടാ, അവള് സാധാരണ മഴയത്താണല്ലോ പുറത്തിറങ്ങാറുള്ളത്. അതെന്നാ തവളയാണോ നിന്റെ പെണ്ണുപിള്ള? എടാ, വെയിലത്തിറങ്ങിയ കറക്കുന്ന് വിചാരിച്ചിട്ട് അവള് പുറത്തിറങ്ങാറില്ലാന്ന്. വെയിലത്തല്ലല്ല കറക്കണേ, രാവിലെ എഴുന്നേറ്റില്ലടാ ഈ കറക്കണത്. നീ എന്താണ് ഈ ആലോചിക്കണേ? പൊന്നേ, നിനക്കൊരു മാറ്റില്ലല്ലോ എന്ന് ആലോചിച്ചു പോയതാ. അല്ലടാ സൈഷ, ഞാൻ ചോദിക്കാൻ പറഞ്ഞു, നീ വന്നതിന്റെ കാര്യം പറഞ്ഞില്ലോ. ആ എടാ, ഞാൻ നിന്നോട് സംസാരിച്ച് വന്ന കാര്യം പറയാനങ്ങ് മറന്നുപോയി. ഓ എടാ, നിന്റെ അമ്മാവൻ കോമേല. ഈ വയസ്സാം കാലത്ത് അയാൾ എന്തിനീ ഗോവയിലൊക്കെ പോവാ? അതൊക്കെ ഒരു ചെറുപ്പക്കാരല്ലേ ഗോവയിലൊക്കെ പോവാ? അമ്മാവൻ ഗോവയിൽ പോയി നല്ല പറഞ്ഞത്. പിന്നെ നിന്റെ അമ്മാവൻ കോമേല ബോധമില്ലാണ്ട് കിടക്കണെന്ന്. അല്ലടാ, സീരിയസ് ആണോ? സീരിയസ് ആണോ സിനിമയാണോ എന്ന് എനിക്കറിയത്തില്ല. നിനക്ക് പോയെന്ന് അമ്മാനൊന്ന് കാണാൻ മേലായിരുന്നടാ. ഞാൻ സുജാനെ വിളിച്ചിട്ട് ഞാൻ ഇപ്പൊ വരാൻ പറയാറോട്. സുജ, അവള് ഫൗണ്ടേഷൻ ഇട്ടോണ്ടിരിക്കാന്നുകൊണ്ട്. അങ്ങനെ സുജ, നീ പെട്ടെന്ന് പോയി ഒരുങ്ങി വാ, അമ്മാവന് പാടില്ലാന്ന്. ഞാൻ ഒരുങ്ങി വന്നാ നിങ്ങൾ അമ്മ വേണേറ്റിരുന്ന് പാടോ? നീ നിന്റെ അമ്മാവനും കൂടി ഡൂയറ്റ് പറഞ്ഞ കാര്യല്ല പറഞ്ഞ. അമ്മാവന് സുഖില്ലാന്ന് പറഞ്ഞ സതീശൻ വന്നേക്കണ്. നീ പെട്ടെന്ന് പോയി ഒരുങ്ങി വാ, ചെല്ല് ചെല്ല് ചെല്ല്. അല്ലടാ സതീശ, നിന്റെ അച്ഛന്റെ വീതം കിട്ടണമെന്ന് പറഞ്ഞൊരു കേസൊക്കെ കൊടുത്തിട്ടുണ്ടായില്ലേ, അതൊക്കെ എന്തായാ? അതൊന്നും കിട്ടത്തില്ല, അതൊന്നും നടക്കുന്ന കേസല്ല. അതെന്താ? വൃത്തസദസ്സിൽ താമസിക്കുന്നവർക്കൊന്നും വീതമില്ലെന്ന വക്കീൽ എന്നോട് പറഞ്ഞു. നീ ഇവിടെ നിന്ന് ഇങ്ങനെ അതൊന്നും പറയാതെ പെട്ടെന്ന് റെഡിയാ, എനിക്ക് ഓടണം. അല്ലടാ, നീ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കണ്ട. അതെന്നാ നീ അങ്ങനെ ചോദിച്ച? അല്ല, നീ വന്നിട്ട് ഓടണം എന്ന് പറയണ്ടേ. അങ്ങനല്ല പറഞ്ഞത്. പിന്നെ എനിക്ക് നിന്നെയൊക്കെ അവിടെ കൊണ്ടാക്കിട്ട് അടുത്ത വണ്ടി എടുത്ത് എനിക്ക് ഓടണമെന്ന്. ഓ, അതാണ് പറഞ്ഞ. ഓട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ചോദിക്കേണ്ടി വന്നത്. എന്നാടാ? നീ ഒക്കെ ക്ഷീണിച്ചു പോരടാ സതീശ. ഞാൻ അങ്ങനെ പോകാൻ വഴിയില്ല, ഞാനിതാ ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ. അല്ലടാ, നീയേ ഈ ഡംബിൾ അടിക്കുമ്പോഴേ നിന്റെ മസിലൊക്കെ തിരിച്ച് ഡംബിളിലോട്ടാണോ കയറി? നാളെ ഡംബിളോട് ചോദിച്ചിട്ട് നിന്നോട് വന്ന് പറയാം. അതൊക്കെ പോട്ടെ. ഞാൻ ഇതിൽ ഏത് സാരി എടുക്കട്ടെണ്ണാ? ഈ എന്റെ അമ്മാവൻ മരിക്കാൻ കിടക്കുമ്പോണോ നീ സാരി സെലക്ട് ചെയ്ത് കളിക്കണ? ഏതെങ്കിലും പോയി കൊടുത്തിട്ട് വാ. ഓ, നിങ്ങളെ കുടുംബക്കാരൊക്കെ വരെയല്ലേ? ഇന്നാള് രമണ ചേച്ചി അവര് ഇവര് എല്ലാം വന്നപ്പോ ഉണ്ട് എല്ലാരുടെ മുമ്പിൽ അവളമാര് നല്ല സാരി കൊടുത്തിരിക്കണം. എനിക്കും അവളെയും കാട്ടി പൊങ്ങി നിൽക്കണം. ഇതിലൊന്നും ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തേരി. ഏതെങ്കിലും എടുത്തിട്ട് ഇറങ്ങി പാടി പോയി. ഒരു സെൻസ് ഇല്ലാത്ത മനുഷ്യ. ബന്ധങ്ങളുടെ വില അറിയില്ല സതീശ. നമ്മള് ജീവിച്ചിരിക്കുമ്പോ ബന്ധങ്ങളുടെ വില അറിയില്ല, നമ്മള് മരിച്ചാലെ ബന്ധങ്ങളുടെ വില. അല്ലടാ, നിന്റെ മുഖത്ത് എന്താ നല്ല നീരുണ്ടല്ലോ. ഇന്നലെ അതെനിക്ക് അച്ഛൻ തല്ലിയതാ. എന്തിനാടാ നിന്റെ അച്ഛൻ നിന്നെ തല്ലിയത്? ഞാൻ ഇന്നലെ അവിടെ കവലേക്ക് കടന്ന് ഒരുത്തിനോട്ട് വഴക്കുണ്ടാക്കി. ഓ, അപ്പൊ അവൻ എന്നോട് പറയും 24 മണിക്കൂറിന് അവൻ എന്നെ തീർത്ത് കളയുന്നു. ഓ, ഞാൻ അവനോട് പറഞ്ഞോളാം നിന്റെ തന്തയല്ലടാ എന്റെ തന്തേന്ന്. അതും കേട്ടോണ്ട് അച്ഛൻ വന്ന് എന്റെ ചെവിക്കുറ്റി കൊട്ടോ ഒറ്റ അടി. അതിനെന്തിനാടാ നിന്റെ അച്ഛൻ നിന്നെ തല്ലണേ? എടാ, ഞാൻ പറഞ്ഞത് എന്റെ അനിയനോടല്ലേ. അപ്പൊ നിന്നെ കൊല്ലണ്ടതായിരുന്നു. അണ്ണാ, ഞാൻ ഷേർലിയുടെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ട് വരണട്ടാ. എന്തിനാടി? ഇതിന്റെ ഒന്ന് ഷേപ്പ് അടിച്ചിട്ട് വരണം. ആ പച്ച സാരിക്ക് ഇതാണ് മാച്ച്. എന്റെ അമ്മാവൻ മരിക്കാൻ കിടക്കുമ്പോ നീ ഷേപ്പ് അടിച്ച് കളിക്കാണ്ട് പോയിട്ട് വേഗം പോയി ഒരുങ്ങി പാടി. എന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ അറിയാത്ത ഒരു കിഴങ്ങ. എന്റെ അമ്മാവനെ എനിക്ക് എന്തൊരു ജീവനാന്നറിയോ നിനക്ക്? അത് പറഞ്ഞവൾക്ക് മനസ്സിലാവണ്ടേ? അല്ല, ബാൻഡ് സെറ്റിന്റെ പരിപാടിക്ക് നീ നിർത്തിയോ? നിനക്ക് അന്നിരുന്നുണ്ടായ സംഭവങ്ങളൊക്കെ അറിയാവുന്നല്ലടാ. എന്തുവാടാ? ഞാനാ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്ന ചടങ്ങിന് ഒരു പാട്ട് പാടിയില്ലേ, ക്ലാരനെറ്റിൽ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞില്ലേ? നീ ഏത് പാട്ടാന്ന് പാടിയത്? പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിറങ്ങിയ വശം ഞാൻ ക്ലാരനെറ്റിൽ ഒരു പാട്ടാണ് പഠിച്ചു. കാടം വരുന്നേ, വേടം വരുന്നേ, കൂട്ടരും കോടരുണ്ടേ. പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വന്ന് നിൽക്കുമ്പോ കാടം വരുന്നേ വേടം വരുന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടിയാ അവര് നിന്നെ കൊല്ലാതെ വിട്ടതുണ്ടല്ലോ. നിന്റെ ആ പെണ്ണും പിള്ളയുടെ ഭാഗ്യം കൊണ്ടാ. എന്താണീ? എന്റെ ലിബാമ കണ്ടാ? ലിപ്പാമയാ? അതെന്ത് സാധനം? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഓ, ചുവന്ന് ഉരുണ്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ എടുത്തെടുത്ത് ചുണ്ടി പൊട്ടണ ആ സാധനം. അതാണ് ലിപ്പാമ. ചെറി പഴമാന്ന് ഞാൻ തിന്നടി. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്തോ ചുണ്ടില് പൊറട്ടും. ഒന്ന് റെഡിയായി വാ വേഗം. എന്റെ അമ്മാവനെ കാണാൻ കൊതിയായി എനിക്ക്. ഓ, ഇവിടെ ഒരുക്കം കഴിഞ്ഞില്ല. ഹലോ, അയ്യോ, എപ്പോ? ഓക്കെ, ശരി, ഓക്കെ. എന്താടാ സതീശ? എടാ,
എടാ നിന്റെ അമ്മാവും മരിച്ച്. എന്റെ അമ്മാവൻ മരിച്ച? അയ്യോ, എനിക്ക് എന്റെ അമ്മാവനെ എത്ര ജീവനാർന്ന് അറിയാൻ സാധിച്ച. എന്റെ അമ്മാവനല്ലടാ എന്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. എന്റെ അമ്മാവൻ പോയില്ലേ ചേരാ. അണ്ണാ ഞാൻ റെഡിയായി, നമുക്ക് പോവാം. നിന്റെ ഒടുക്കത്തെ മേക്കപ്പ് കാരണം എനിക്ക് എന്റെ അമ്മാവന് ജീവനോടൊന്നും കാണാൻ പറ്റില്ല. അമ്മാവൻ മരിച്ചടി. അമ്മാവൻ മരിച്ചാ? ആ, അമ്മാവൻ മരിച്ചു. അണ്ണാ എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യട്ടാ. എന്താടി? എന്തായാലും നമ്മളൊരു മരണ വീട്ടില് പോവേല്ലേ, ഈ സാരി മാറ്റിയിട്ടേ ചുരിദാറിട്ടോണ്ട് വരട്ടാ അണ്ണാ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ പോയാ എനിക്ക് എന്റെ അമ്മാവന് ജീവനോടൊന്ന് കാണായിരുന്നു. ഇനി നീ സാരി കൂടി സെലക്ട് ചെയ്ത് നിന്നാലേ എന്റെ അമ്മാവന്റെ ബോഡി കൂടി എനിക്ക് കാണാൻ പറ്റില്ല. ഒന്ന് വാടി.